അപ്പോൾ ശിക്ഷ, കൽപ്പോ, വ്യാകരണം, നിരുക്തം. ഈ ധാതുക്കളിൽ നിന്ന് പ്രത്യയത്തിൻ്റെ ചേർച്ച കൊണ്ട് ശബ്ദങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ വേദത്തിൽ എല്ലാ ശബ്ദങ്ങളും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. 2, അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെയും വേദത്തിൻ്റെ സന്ദർഭമനുസരിച്ച് വിവിധാർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം കേവലം വ്യാകരണ ജ്ഞാനം കൊണ്ട് വേദം മനസ്സിലാവില്ല. അപ്പം എന്ത് വേണം വെച്ചാൽ വേദത്തിൽ ഉപയോഗിക്കപ്പെട്ട ശബ്ദങ്ങളുടെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് നിരുക്തം. വൈദികങ്ങളായ പദങ്ങളുടെ അർത്ഥങ്ങളെ നിശേഷേണ ഉക്തമാവുന്നത്, അതാണ് നിശേഷേണ ഉച്യതേ, നിശേഷേണ പറയപ്പെടുന്നു പദാർത്ഥങ്ങൾ, അതാണ് നിരുക്തം. അവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ടത് യാസ്ക മഹർഷിയെയാണ്. യാസ്ക മഹർഷി പൂർവാചാര്യന്മാരെ സ്മരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പക്ഷെ അത് നമുക്ക് കണ്ടു കിട്ടിയിട്ടില്ല. യാസ്ക നിരുക്തത്തിന് ധാരാളം മതി. ഇപ്പം ശിക്ഷ, കൽപ്പോ, വ്യാകരണം, നിരുക്തം. ഛന്ദഃ, ഛന്ദസ് വല്ലാത്തൊരു ഉപായമാണ്. ഛന്ദസ് ഈ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഇച്ഛാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതിയ, പൊതിയ, പൊതിയ ഛന്ദസ്. അത് നല്ല വസ്തു കെട്ട പൊതിയിലാണെങ്കിൽ നമ്മൾ മേടിക്കാറില്ല. കെട്ട വസ്തു നല്ല പൊതിയിലാണെങ്കിലോ മേടിക്കും. ഇല്ലേ? അങ്ങനെയില്ലേ? ഉണ്ട്. പൊതി നോക്കിയിട്ടാണ്. കെട്ട വസ്തുവായിരിക്കും, പക്ഷെ നല്ല പൊതിയൊക്കെ ആണെങ്കിൽ നമ്മൾ മേടിക്കും. ഈ തന്ത്രം ഉപയോഗിച്ചിരിക്കുകയാണ് വേദപ്രചരണത്തിന് ഋഷിമാർ. ഉദാത്തങ്ങളായ ആശയങ്ങളെ മനോഹരങ്ങളായ പൊതികളിൽ വെച്ചു. അതാണ് ഛന്ദസ്സുകൾ. ഇത്ര അക്ഷരമുള്ള ഇത്ര പാദങ്ങളെന്ന് വൃത്തനിബദ്ധമാക്കിയിട്ട് ഉപദേശങ്ങളെ തരാൻ തുടങ്ങി. അപ്പം നമുക്കത് പഠിക്കാനും ഉപയോഗിക്കാനും ഒക്കെ എളുപ്പമാണ്. പാടാൻ ആർക്കാ ഇഷ്ടമില്ലാത്ത? പാട്ട് അറിയോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം ഇല്ലേ? ഒന്നുമില്ലേ കുളിമുറിൻ്റെ വാതിലടച്ചിട്ടെങ്കിലും നമ്മൾ പാടില്ലേ? ഇല്ല, ഇല്ല. ഉണ്ട്. നാട്ടുകാർ കേട്ടാൽ മോശമാണ്, എനിക്ക് പാട്ട് അറിയാത്തതുകൊണ്ടെന്ന് ആൾക്കാർ പുറമേന്ന് പാടില്ലെങ്കിലും വേറെ ആരും കേൾക്കില്ല എന്ന് ഉറപ്പുള്ള അടുത്തുനിന്ന് പാടും. ഉറപ്പാ. അതാണ് ഈ ഛന്ദസ്. അപ്പം നല്ല പൊതിഞ്ഞാൽ നാട്ടുകാർ സ്വീകരിച്ചോളും, പഠിപ്പിച്ചോളും. അങ്ങനെ പലതരത്തിൽപ്പെട്ട വൃത്തങ്ങളിലൂടെ വേദത്തെ ഉപദേശിച്ചു. അവിടെ അനേക ഋഷിമാരുണ്ട്. നാരദൻ, പിങ്കളൻ തുടങ്ങിയ മഹർഷിമാർ. അതിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതും പ്രചരിതമായതും പിങ്കള മഹർഷിയുടെ ഛന്ദസ്സാണ്.